രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ശബരിമല സന്ദർശനം അങ്ങനെ പൂർത്തിയായിരിക്കുകയാണ്. പക്ഷേ സന്ദർശനത്തിലുണ്ടായ ഗുരുതര സുരക്ഷാ വീഴ്ചയും ഇപ്പോൾ ചർച്ചയാവുകയാണ്. പ്രസിഡന്റ് എത്തിയ വ്യോമസേനാ ഹെലികോപ്റ്ററിന്റെ ടയർ പ്രമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ താഴ്ന്നതാണ് വിവാദത്തിന് വഴിയൊരുക്കിയത്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം ആ ഹെലികോപ്റ്ററിനെ നമ്മുടെ ARVR XR ന്യൂസ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഗുഡ് ഈവനിംഗ് ഹെലികോപ്റ്റർ. പത്തനംതിട്ടയിൽ രാഷ്ട്രപതി എത്തിയ ഹെലികോപ്റ്റർ അത് ZP5109 എന്ന ഹെലികോപ്റ്ററാണ്. എന്താണ് ZP5109 ഹെലികോപ്റ്ററിന്റെ പ്രത്യേകതകൾ? ഹെലികോപ്റ്റർ നമ്മുടെ അടുത്തേക്ക് പറന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യൻ നിർമ്മിത ഹെലികോപ്റ്ററാണ് ഇപ്പോൾ ഈ വട്ടം ചുറ്റി നമ്മുടെ ചുറ്റും കറങ്ങുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ZP5109 സൈനിക ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ഈ ഹെലികോപ്റ്റർ VVIP യാത്രയ്ക്കും ഒരു മുതൽക്കൂട്ടായി തന്നെ ഉപയോഗിച്ച് വരുന്നതാണ്. പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ യാത്രയൊക്കെ ഈ ZP5109 ഹെലികോപ്റ്ററിലാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ വേഗമാണ് ഒന്നാമത്തേത്. മണിക്കൂറിൽ 250 കിലോമീറ്ററാണ് വേഗം. 13,000 കിലോ ഭാരം വരെ ഈ ഹെലികോപ്റ്ററിന് വഹിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ മറ്റ് പല പ്രത്യേകതകളുണ്ട്. ഹെലികോപ്റ്റർ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ARVR XR ന്യൂസ് സ്റ്റുഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പോഡിയത്തിന്റെ തൊട്ട് പക്ഷേ ടയർ താഴ്ന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിയത് എന്നത് പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിന്റെ കൂടുതൽ പ്രത്യേകതകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേക കവചിത കോക്പിറ്റാണ് ഈ ഹെലികോപ്റ്ററിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ സെൽഫ് സീലിംഗ് ഇന്ധന ടാങ്കുകളുണ്ട്. ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനം അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ ഹെലികോപ്റ്ററിൽ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു അപകട സാഹചര്യം പെട്ടെന്ന് വരികയാണെങ്കിൽ ആ അപകട സാഹചര്യത്തെ അതിവേഗം തരണം ചെയ്യുന്നതിനായിട്ടുള്ള ഈ സംവിധാനം ഈ ഹെലികോപ്റ്ററിന് ഒരു മുതൽക്കൂട്ടായി തന്നെ നിൽക്കുന്നുണ്ട് എന്നതാണ് അതിന്റെ പ്രത്യേകത. ഇന്ന് രാവിലെ ഈ ഹെലികോപ്റ്റർ ഇതുപോലെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ലാൻഡിംഗ് അല്ല നടത്തിയത്. അതാണ് പ്രമാണത്ത് നമ്മൾ കണ്ടത്. പ്രമാണത്ത് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിയുമായിട്ട് ഈ ഹെലികോപ്റ്റർ ആദ്യം നിലയ്ക്കൽ ഇറങ്ങാനായിരുന്നു കഴിഞ്ഞ ദിവസം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ മഴയെ തുടർന്ന് പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് അവസാന നിമിഷം ലാൻഡിംഗ് സ്ഥലം അങ്ങോട്ട് മാറ്റി. പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് മാറ്റി. പക്ഷേ പ്രമാടത്ത് കോൺക്രീറ്റ് ചെയ്ത ഹെലിപാഡ് ഒരുക്കിയത് ഇന്ന് രാവിലെയാണ്. ഈ കോൺക്രീറ്റ് ഉറയ്ക്കുന്നതിന് മുൻപ് തന്നെ ഹെലികോപ്റ്റർ ഇറങ്ങിയതാണ് ആ തറ താഴ്ന്നു പോകാൻ കാരണം എന്നുള്ളതാണ് ഇതുവരെ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ രാഷ്ട്രപതി കാറിൽ കയറി റോഡ് മാർഗം നിലയ്ക്കലിലേക്ക് പോവുകയായിരുന്നു. രാഷ്ട്രപതി മടങ്ങിയതിന് പിന്നാലെ പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഹെലികോപ്റ്റർ തള്ളി നീക്കുകയായിരുന്നു. അതായത് ഈ ടയർ താഴ്ന്നു പോയി എന്നിട്ട് ആദ്യമായിട്ടായിരിക്കും കേരളത്തിൽ ഒരു ഹെലികോപ്റ്റർ തള്ളി നീക്കുന്നത് നമ്മൾ കാണുന്നത്. സുരക്ഷയുടെ കാര്യത്തിൽ സംസ്ഥാനത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ നിഗമനം നടത്തിയിരിക്കുന്നത്. നമ്മുടെ ഹെലികോപ്റ്റർ പുറപ്പെടാൻ തയ്യാറായിരിക്കുകയാണ്. ഇവിടെ താഴുകയാണ്. എന്തായാലും ആഭ്യന്തര ചീഫ് സെക്രട്ടറിയോടും DGPയോടും ഒക്കെ വിശദീകരണം തേടാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ഹെലികോപ്റ്റർ നിർത്തിയിടേണ്ട H ലൈനിൽ നിന്ന് ടയർ മാറിയപ്പോൾ തള്ളി കൃത്യമായ സ്ഥലത്ത് നിർത്തുക മാത്രമാണ് ഉണ്ടായത് എന്നതാണ് വിശദീകരണമായി നൽകുന്നത്. അപ്പോൾ നമ്മുടെ ഹെലികോപ്റ്റർ യാത്രയായി കഴിഞ്ഞിരിക്കുകയാണ്. ഹെലികോപ്റ്ററെ നമ്മൾ പറഞ്ഞു വിട്ടു കഴിഞ്ഞു. അപ്പോൾ ഹെലികോപ്റ്റർ